ദുഷ്കരമായ എന്നാൽ അനിവാര്യമായ ഒരു യാത്രയുടെ തുടക്കമാണെന്നാണ് മാർക്കോ റൂബിയോ ഈ ലബനോനും അതേപോലെ തന്നെ ഇസ്രായേലും ഇപ്പോ ഒപ്പുവെച്ചിട്ടുള്ള ആ ഒരു ഫ്രെയിംവർക്ക് കരാറില്, അതായത് ഫ്രെയിംവർക്ക് കരാറാണ് അത്, കരാർ എന്നാണ് അതിൽ പറയുന്നത്. ആ ഒരു ഫ്രെയിംവർക്ക് കരാറിനെ ഇപ്പോ മാർക്കോ റൂബിയോ വിശേഷിപ്പിച്ചത്. പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ലെബനോനും ഇസ്രായേലും കരാറിൽ എത്തി എന്നാണ് ഇപ്പൊ പറയുന്നത്. വെടിനിർത്തലും സീസ് ഫയർ ഒക്കെ ആയിട്ട് ഇപ്പൊ ഒരു കരാറിലേക്ക് അവർ എത്തി എന്നാ പറയുന്നത്. അപ്പൊ ആ കരാറിന്റെ യാത്രയെ മാർക്കോ റൂബിയോ വിശേഷിപ്പിച്ചതാണിത്. ദുഷ്കരമായ എന്നാൽ അനിവാര്യമായ യാത്രയുടെ തുടക്കം എന്നുള്ള നിലയ്ക്ക്. ഇസ്രായേൽ ആക്ച്വലി ഇത് പല തവണ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇസ്രായേൽ ആക്ച്വലി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഒരു കരാറിന്. ഫൈനലി ഈ പറയുന്ന ന്യൂയോർക്കിൽ വെച്ചിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ന്യൂയോർക്കിൽ വെച്ചിട്ട് ഇരു രാജ്യങ്ങളുടെയും അംബാസഡർമാരാണ് ഇപ്പൊ ഈ കരാറ് സൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇസ്രായേലുമായിട്ടാണ് കരാറ്. ലോകത്തന്നെ വരെ ഒരു കരാറും പാലിച്ച ചരിത്രം യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ഇല്ല. അപ്പോ എങ്ങനെ ഈ കരാർ ഇനി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എല്ലാവരെ പോലെയും ഞാനും നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ലോട്ടറി പോലെയാണ്. ഏതെങ്കിലും ഒരു ദിവസമായിട്ട് ഇത് ലംഘിക്കപ്പെടാനുള്ള സകല സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് ഹിസ്ബുള്ള ആദ്യം അറ്റാക്ക് നടത്തി എന്ന് പറഞ്ഞിട്ട് വരും. അതേപോലെ തന്നെ ഈ അതിർത്തിയിൽ നിന്നും ഹിസ്ബുള്ള പിന്മാറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അറ്റാക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇനിയിപ്പോ ഇത് ലംഘിക്കപ്പെടാൻ പോകുന്നത് എന്നുള്ളതാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൂർണ്ണമായിട്ടും ഇസ്രായേൽ സൈന്യം പിന്മാറുക അങ്ങനെയല്ല. ആക്ച്വലി ഈ ഒരു ഒരു കരാർ വന്നിരിക്കുന്ന പൈലറ്റ് സോൺ എന്ന് പറഞ്ഞിട്ടൊരു സോണ് തിരിച്ചിട്ട് അവിടെയാണ് ഇപ്പൊ ആക്ച്വലി ഇത് നടക്കാൻ പോകുന്നത്. അതായത് ഇസ്രായേൽ ഇപ്പൊ കൈവശം വെച്ചിരിക്കുന്ന, ഇസ്രായേൽ ഇപ്പൊ അധിനിവേശം നടത്തിയിരിക്കുന്ന സൗത്തേൺ ലെബനാനിലെ ചില പ്രദേശങ്ങള് ലെബനോൻ ആർമിക്ക് ഇവർ കൈമാറും എന്നാ പറയുന്നത്. ലെബനോൻ ആർമിക്ക് കൈമാറുന്ന ഈ സ്ഥലങ്ങളെയാണ് പൈലറ്റ് സോൺ എന്ന് പറയുന്നത്. അതായത് ഹ്യൂമാനിറ്റേറിയൻ അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ, സീസ് ഫയർ, സെക്യൂരിറ്റി ഇനീഷ്യേറ്റീവ്സ് ഒക്കെ ഉള്ള ഒരു ചെറിയ ഒരു പ്രദേശത്തിനെയാണ് ഈ പൈലറ്റ് സോൺ എന്ന് പറയാം. അപ്പൊ അവിടെ ആദ്യം ഇതൊരു ഒരു ടെസ്റ്റ് ആയിട്ട് നടത്തും. എന്ത്? അവിടുത്തെ റീകൺസ്ട്രക്ഷൻ, അവിടുത്തെ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു സെലക്ടഡ് ഏരിയയിൽ ഇപ്പൊ ആർമിക്ക് കൈമാറാൻ പോകുന്ന ഒരു സെലക്ടഡ് ഏരിയ ഒരു ടെസ്റ്റ് ഗ്രൗണ്ട് ആയിട്ട് വെക്കുകയും അത് സക്സസ്ഫുൾ ആവുന്ന മുറയ്ക്ക് അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് മൊത്തത്തില് ആ ഒരു ഏരിയനെ, ഈ സദേൺ ലെബനാനെ ഈ പറയുന്ന ലെബനാൻ സൈന്യത്തിന് കൈമാറുന്ന രീതിയിലേക്ക് മാറും. അപ്പൊ ഇതാണ് പൈലറ്റ് സോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ പൈലറ്റ് സോണുകളായിട്ടാണ് ഇപ്പൊ ഈ പറയുന്ന കരാറ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ വാഷിങ്ടണില് ആക്ച്വലി, നേരത്തെ ഞാൻ ന്യൂയോർക്ക് എന്നാട്ടോ പറഞ്ഞത്, വാഷിങ്ടൺ ആണ്. വാഷിങ്ടണില് ആക്ച്വലി അഞ്ച് ഘട്ടങ്ങളിലായിട്ട് നടന്നിട്ടുള്ള ചർച്ചക്കൊടുവിലാണ് ഒരു ദീർഘകാലം നിലനിൽക്കുന്ന രീതിയിലേക്ക്, ലെബനോനും ഇസ്രായേലും തമ്മിൽ ഒരു നല്ല ബന്ധത്തിലേക്ക് പോകുന്ന, ദീർഘകാലം നിലനിൽക്കുന്ന ഒരു കരാറ് അല്ലെങ്കിൽ ദീർഘകാലം നിലനിൽക്കുന്ന ഒരു കരാറിലേക്ക് എത്തുക എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഇപ്പൊ ഈ ഒരു ഫ്രെയിംവർക്ക് കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ സൈന്യം കൈവശം വെച്ചിരിക്കുന്ന ദക്ഷിണ ലെബനാനിലെ ചില പ്രദേശങ്ങൾ ലെബനീസ് സൈന്യത്തിന് കൈമാറുന്നതാണ് കരാറിന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം. അപ്പൊ ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഈ കരാറിന്റെ പാർട്ടേ അല്ല. ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു നോൺ സ്റ്റേറ്റ് ആക്ടറാണ്. ഒരു സ്റ്റേറ്റിന് ഒരിക്കലും ഒരു നോൺ സ്റ്റേറ്റ് ആക്ടറുമായിട്ട് ഒരു കരാറിൽ എത്താൻ പറ്റത്തില്ല. അത് ഇസ്രായേലിനെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഒഫീഷ്യൽ ഒരു ഒഫീഷ്യൽ പദവിയുള്ള ഒരു ആർമിയോ ഒന്നും അല്ല യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഹിസ്ബുള്ള എന്ന് പറയുന്നത്. അത് അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ ഒരു സായുധ സംഘടന, ഒരു പാരലി തന്നെ വേറൊരു മിലീഷ്യ ഗ്രൂപ്പുകളുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അവരുമായിട്ട് ഒരു രാജ്യത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുമായിട്ട് വേറൊരു രാജ്യത്തിന് ഒരു കരാറിലെത്താനും പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇല്ല, അത് പറ്റത്തില്ല. ഇസ്രായേല് കരാറിലേക്ക് വരികയാണെന്നുള്ളത് ലെബനോനുമായിട്ട്, ലെബനോന്റെ ആർമിയായിട്ടാണ് കരാറിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളത്. അത് ആ പറഞ്ഞ കാര്യം കറക്റ്റാ. ഇനി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നടന്ന ചടങ്ങിൽ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്ക് റൂബിയോ ഇരു രാജ്യങ്ങളെയും അംബാസഡർമാർ എന്നിവർ കരാറിൽ ഒപ്പുവെച്ചു. അപ്പൊ മാർക്കോ റൂബിയോയും പിന്നെ അതേപോലെ തന്നെ ലെബനാന്റെ അംബാസഡറും ഇസ്രായേലിന്റെ അംബാസഡറും, ഇവര് മൂന്ന് പേരും കൂടിയാണ് ഇപ്പൊ ഈ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ടാണ് ഈ മാർക്കോ റൂബിയോ ഈ കാര്യം പറയുന്നത്. ഇതൊരു ദുഷ്കരമായ എന്നാൽ അനിവാര്യമായ യാത്രയുടെ തുടക്കമാണ്. ചർച്ചകളുടെ തുടക്കത്തിൽ പലതവണ അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇസ്രായേൽ അംബാസഡർ ആശങ്ക
പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ഒടുവിൽ സമവായത്തിലെത്തുകയായിരുന്നു. ഇസ്രായേലും ലെബനോനും തമ്മിലുള്ള വിശാലവും സുസ്ഥിരവുമായ സമാധാനത്തിലേക്കുള്ള പാതയാണ് ഇതിലൂടെ തെളിയുന്നത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷേ സുസ്ഥിരമായിട്ടുള്ള ഒരു പാത തെളിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹിസ്ബുള്ള ആക്ച്വലി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് ഇവര് ഗസയില് കൂട്ടക്കുരുതി നടത്തുന്നതാണ് ഹിസ്ബുള്ളയുടെ മേജർ ആയിട്ടുള്ള പ്രശ്നം. അപ്പോ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ അവിടുത്തെ ആ മേഖലയുടെ പ്രശ്നം, ആ മേഖല ഇപ്പോഴും പ്രശ്നഭരിതമായിട്ട് നിൽക്കുന്നതിന്റെ ഒരേ ഒരു റീസൺ എന്ന് പറയുന്നത് ഫലസ്തീൻ രാഷ്ട്രത്തിനെ അംഗീകരിക്കാത്തതാണ്. അത് ഒരു രണ്ട് രാഷ്ട്രങ്ങളായിട്ട് മാറുക എന്നുള്ള ഒരു കാര്യത്തിനെ ഇസ്രായേൽ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും അത് ഇസ്രായേൽ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അത് അംഗീകരിക്കാതെ ഫലസ്തീൻ എന്ന് പറയുന്ന പ്രശ്നം തീരുമാനമാവാതെ വേറെ എന്ത് കരാറിൽ എത്തിയിട്ടും കാര്യമില്ല. ഇനിയിപ്പോ വീണ്ടും രണ്ടാമത് ഈ പറയുന്ന സെറ്റിൽമെന്റുകൾ ഗസയിലേക്കുള്ള സെറ്റിൽമെന്റ് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുക, അതേപോലെ തന്നെ ഈ പറയുന്ന വെസ്റ്റ് ബാങ്കിലുള്ള സെറ്റിൽമെന്റ് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്ന പരിപാടികളിലോട്ട് ഇസ്രായേൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വീണ്ടും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇതൊരു പ്രശ്നമാണ്. അപ്പൊ അവിടുത്തെ മേജർ പ്രശ്നം എന്ന് പറയുന്നത് ഹിസ്ബുള്ള, ഹമാസ് ഇതൊന്നുമല്ല. അവിടുത്തെ മേജർ പ്രശ്നം എന്ന് പറയുന്നത് ഫലസ്തീനാണ്. ഫലസ്തീൻ അംഗീകരിക്കാത്തതാണ് അവിടുത്തെ മേജർ പ്രശ്നം. അത് പരിഹരിക്കാതെ വേറെ എന്ത് പരിഹാരം ഉണ്ടാക്കിയിട്ടും വേറെ എന്ത് കരാറിലേക്ക് എത്തിയിട്ടും ഒരു കാര്യമില്ല. കാരണം ഇപ്പൊ ഇവര് കരാറിൽ എത്തി എന്ന് വിചാരിച്ചിട്ട് ഈ പറയുന്ന ഹിസ്ബുള്ള അതിന് അംഗീകരിക്കണമെന്നുണ്ട് ഇല്ല. അതിന്റെ തെളിവുകളായിട്ടാണ് ഈ വീഡിയോസ് എല്ലാം ഉള്ളത്. ഇപ്പൊ ഞാൻ എന്റെ സ്ക്രീനിൽ തന്നെ ഞാൻ ആ വീഡിയോസ് വെക്കാം. ഇതെല്ലാം ലെബനോനിൽ ആക്ച്വലി ഈ പറയുന്ന കരാറ് വാഷിങ്ടണില് ഒപ്പുവെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒപ്പുവെച്ചതിന് ശേഷം ലെബനോന്റെ തെരുവുകളിൽ ഹിസ്ബുള്ളയുടെ സപ്പോർട്ടേഴ്സ് ഇറങ്ങി നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങളാണ്, പ്രക്ഷോഭമാണ് യഥാർത്ഥത്തില്. പ്രതിഷേധത്തിന്റെ അപ്പുറത്തേക്ക് അത് കൈവിട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് കൂടെ നമുക്ക് കാണാൻ പറ്റും ഈ വീഡിയോസിലെല്ലാം തന്നെ. അപ്പൊ ആ രീതിയിലാണ് ലെബനോന്റെ അകത്തും കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. ഹിസ്ബുള്ള സപ്പോർട്ടേഴ്സ് ഒരിക്കലും ഈ പറയുന്ന രീതിയിൽ ഇസ്രായേലുമായിട്ട് ഒരു കരാറിലെത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇസ്രായേലിന് നല്ല അടി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് IDF സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ പെട്ടെന്ന് അങ്ങ് പൊളിച്ചെടുക്കാന്നും പറഞ്ഞിട്ട് നേരെ ഈ ലെബനോനിലേക്ക് അങ്ങ് കയറിയതേ ഓർമ്മയുള്ളൂ. ഇപ്പൊ മർക്കാവ ടാങ്കുകളൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കൂടെ അതെല്ലാം പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ കാണണം. പക്ഷെ ഒരുപാട് നിരപരാധികളായിട്ടുള്ള ആൾക്കാർ ലെബനോനിൽ കൊല്ലപ്പെടുകയും കൂടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. നേരത്തെ പൂർണ്ണമായ സൈനിക പിന്മാറ്റം വേണമെന്നായിരുന്നു ലെബനന്റെ ആവശ്യം. എന്നാൽ ഹിസ്ബുള്ളയുടെ നിരായുധീകരണവും അതിർത്തിയിലെ അവരുടെ സാന്നിധ്യം ഒഴിവാക്കുമെന്ന ഉറപ്പും ലഭിക്കാതെ പിന്മാറ്റമില്ലെന്ന നിലപാടായിരുന്നു ഇസ്രായേൽ. ഈ തർക്കങ്ങൾക്കിടയിലാണ് പൈലറ്റ് സോണുകൾ എന്ന ആശയത്തിലൂടെ ലെബനീസ് സൈന്യത്തിന് നിയന്ത്രണം കൈമാറാൻ തയ്യാറായത്. അതായത് പൂർണ്ണമായി ഒഴിഞ്ഞു പോവുകയില്ല. അതായത് ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാതെ ഇസ്രായേൽ സൈന്യം ഈ സൗതേൺ ലെബനോനിൽ നിന്നും ഞങ്ങൾ ഒഴിഞ്ഞു പോയില്ല എന്നുള്ളതായിരുന്നു ഇസ്രായേലിന്റെ നിലപാട്. പക്ഷെ അത് എളുപ്പം നടക്കുന്ന പരിപാടിയല്ല. ഇപ്പൊ ഇനിയിപ്പോ ലെബനോന്റെ ആർമി വിചാരിച്ചാൽ പോലും, ലെബനീസ് ഗവൺമെന്റ് വിചാരിച്ചാൽ പോലും അത് അത്ര എളുപ്പത്തിൽ നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല. ഈ നമ്മളിങ്ങനെ കുറച്ച് റിപ്പോർട്ടുകൾ ഇതിനെ കുറിച്ച് നോക്കുന്ന സമയത്തെ ലെബനീസ് ആർമിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളവും ഇൻസെന്റീവ്സും യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ ആർമിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഇപ്പൊ ഗവൺമെന്റിനെക്കാട്ടും സുഖം എന്ന് പറയാൻ പറ്റത്തില്ല, ഗവൺമെന്റിനെക്കാട്ടും കൂടുതൽ ഏണിങ്സ് ആക്ച്വലി ഉള്ളത് ഈ ഹിസ്ബുള്ളയുടെ ആർമിക്കാണെന്നുള്ളത് നമ്മൾ കാണണം. അതിന് എക്സ്റ്റേണൽ സപ്പോർട്ട് ഉണ്ട്, ശരിയാണ്. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പലതരത്തിലുള്ള സപ്പോർട്ടുകളും അതിന് ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഈ പൈലറ്റ് സോണിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട റീസൺ ഇതാണ്. മൊത്തത്തിൽ കൈമാറില്ല, പൈലറ്റ് സോണുകൾ ഉണ്ടാക്കി പിന്നെ പതുക്കെ അത് എക്സ്പാൻഡ് ചെയ്ത് മാറുന്ന രീതിയിലേക്കായിരിക്കും വരിക. പക്ഷെ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നില്ല ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ഈ പറയുന്ന ലെബനോനിൽ നിന്നും തിരിച്ചിറങ്ങും അല്ലെങ്കിൽ തിരിച്ചു പോകും, സദേൺ ലെബനോനിൽ നിന്നും അവർ മാറിപ്പോകും എന്നുള്ള കാര്യത്തിൽ വലിയ ഒരു ശുഭാപ്തി വിശ്വാസം എനിക്കില്ല. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു കരാർ ഇപ്പൊ നിലവിൽ വന്നാലും ഇസ്രായേൽ എത്ര കാലം ഈ കരാറിനെ അംഗീകരിക്കും, ഈ കരാറിനെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിലും നല്ല സംശയമുണ്ട് എന്നുള്ളതാണ്.